ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല അർപ്പിക്കുന്നതിന് പിന്നിൽ രണ്ട് ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളുമുണ്ട്. ആദ്യത്തേത്, ശ്രീരാമന്റെ ആജ്ഞ പ്രകാരം അശോകവനത്തിലെത്തിയ ഹനുമാനെ കണ്ട ദേവി ഹനുമാൻ രാവണന്റെ രാക്ഷസകുലത്തിൽ പെട്ടവനാണെന്ന് തെറ്റിദ്ധരിച്ചു. ആ തെറ്റിദ്ധാരണ മാറ്റാൻ ഹനുമാൻ ശ്രീരാമന്റെ മോതിരം സീതാദേവിക്ക് നൽകി. ഹനുമാൻ ശ്രീരാമന്റെ ദൂതനാണെന്ന് മനസ്സിലായ സീതാദേവി ഹനുമാന് തിരിച്ചു നൽകാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അടുത്തുള്ള വെറ്റില ചെടിയിൽ നിന്ന് ഇലകൾ പറിച്ചെടുത്ത് ഹനുമാന് മാലയാക്കി നൽകി. ഈ മാല കിട്ടിയതും ഹനുമാന് വളരെയധികം സന്തോഷവും ആനന്ദവും തോന്നി. അങ്ങനെ തന്റെ മാതാവ് തന്ന വെറ്റില മാലയെ അന്ന് മുതൽ ഹനുമാൻ സ്വാമിക്ക് നമ്മൾ ചാർത്തി ആരാധിക്കുന്നു. രണ്ടാമത്തേത്, രാമരാവണ യുദ്ധത്തിൽ ശ്രീരാമന്റെ വിജയവാർത്ത സീതാദേവിയെ അറിയിക്കാൻ ഹനുമാൻ ലങ്കയിലെത്തി. ഈ സന്തോഷ വാർത്ത കേട്ട് ആനന്ദം കൊണ്ട സീതാദേവി അവിടെ കണ്ട വെറ്റിലകൾ പറിച്ചെടുത്ത് മാലയാക്കി ഹനുമാനെ അണിയിക്കുകയും ചെയ്തുവെന്നാണ് വിശ്വാസം. അന്ന് മുതൽ ഹനുമാന് വെറ്റിലമാല വളരെ പ്രിയപ്പെട്ടതായി മാറിയെന്നാണ് ഐതിഹ്യം. ഈ വിശ്വാസത്തിന്റെ പ്രതീകമായിട്ടാണ് ഭക്തർ ഹനുമാൻ സ്വാമിക്ക് വെറ്റില സമർപ്പിക്കുന്നത്. വെറ്റില അർപ്പിക്കുന്നത് ദോഷങ്ങൾ മാറാനും തടസ്സങ്ങൾ നീങ്ങാനും ആഗ്രഹങ്ങൾ സാധിക്കാനും സഹായിക്കുമെന്നാണ് വിശ്വാസം. ഇതിൽ ഏതു കഥയാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്? കമന്റ് ചെയ്യൂ. ജയ് ശ്രീറാം, ജയ് ബജ്രംഗ് ബലി.